ഹായ് വെൽക്കം ടു എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ യൂട്യൂബ് ചാനലും അതുപോലെ ബ്രാൻഡ് യൂട്യൂബ് ചാനലും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നും അതുപോലെ നമ്മുടെ ചാനൽ പേഴ്സണൽ യൂട്യൂബ് ചാനൽ ആണ് എങ്കിൽ അതെങ്ങനെ കൺവെർട്ട് ചെയ്ത് ബ്രാൻഡ് അക്കൗണ്ടാക്കി മാറ്റാം എന്നുള്ളതുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇനി പേഴ്സണൽ യൂട്യൂബ് ചാനലുള്ളവർക്കുള്ള ഡൗട്ടാണ് അവരുടെ വീഡിയോസിന് വ്യൂസിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളത്. അങ്ങനെയുള്ള ഏതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ചാനലാണെങ്കിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് എങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വീഡിയോസിന് കിട്ടിയിരിക്കുന്ന ആഡ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് പേഴ്സണൽ ചാനലാണെങ്കിലും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം, ലോഗോ ബ്രാൻഡ് അക്കൗണ്ടിൽ ചേഞ്ച് ആകുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലും ചേഞ്ച് ആക്കാവുന്നതാണ്. ഇനി പേഴ്സണൽ ചാനൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ചാനൽ അക്കൗണ്ടിൽ കിട്ടുന്നത് പോലെ മാനേജർ, എഡിറ്റർ മോഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പേഴ്സണൽ ചാനലിലും ലഭ്യമാണ്. അത് ഞാനിവിടെ എൻ്റെ മൊബൈൽ സ്ക്രീനിൽ ലൈവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ വെബ് പേജിൽ ഏറ്റവും താഴെ ഇടത് ഭാഗത്തായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഐക്കണുണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ പെർമിഷൻ എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഓൾറെഡി മാനേജർ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ വേറൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് എൻ്റെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നിട്ടും എനിക്കിതുപോലെ മാനേജർ, എഡിറ്റർ എന്ന് പറയുന്നത് ബ്രാൻഡ് അക്കൗണ്ടിലുള്ള അതേ ഫീച്ചേഴ്സ് എനിക്ക് ഇവിടെയും ലഭ്യമാണ്. ഇവിടെ അതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും മെയിൽ ഐ ഡി കൊടുക്കണമെങ്കിൽ ഇവിടെ ഇൻവൈറ്റ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആരുടെ മെയിൽ ഐ ഡിയാണ് ഇവിടെ കൊടുക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി ഇവിടെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ആക്സസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാനേജർ, എഡിറ്റർ, എഡിറ്റർ ലിമിറ്റഡ്, സബ് ടൈറ്റിൽ എഡിറ്റർ, വ്യൂവർ, വ്യൂവർ ലിമിറ്റഡ് ഇതിലേതാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായി വായിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യുക. ഇവിടെ ഞാൻ പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ബ്രാൻഡ് യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. ഇനി പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ ലഭ്യമല്ലാത്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ജിമെയിൽ ഐ ഡി അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും മറ്റ് ജിമെയിൽ ഐ ഡി ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ജിമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഫീച്ചർ പേഴ്സണൽ യൂട്യൂബ് അക്കൗണ്ടിൽ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പ്രൈമറി ഓണർഷിപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റു വ്യക്തികളിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓണേഴ്സിനെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതുമാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആണ് എങ്കിൽ ഇൻ കേസ് ഡിലീറ്റ് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ യൂട്യൂബ് ചാനൽ അക്കൗണ്ട് റിക്കവർ ചെയ്ത് എടുക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ബ്രാൻഡ് അക്കൗണ്ട് റിക്കവർ ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണോ അതോ ബ്രാൻഡഡ് അക്കൗണ്ട് ആണോ എന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ചെക്ക് ചെയ്യേണ്ട ചാനൽ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ യൂട്യൂബ് ആദ്യം സൈൻ ഇൻ ചെയ്യുക. ഫസ്റ്റ് ഓപ്പൺ യൂട്യൂബ്. അതിനുശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ വെബ് പേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും ചാനൽ മാനേജേഴ്സ്, ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആണെന്ന്. ഇനി ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ അക്കൗണ്ടും കൂടെ ഇവിടെ വെബ് പേജ് കാണിച്ചു തരാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനൽ അക്കൗണ്ടാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എൻ്റെ ഒരു ബ്രാൻഡ് അക്കൗണ്ടാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വെബ് പേജിലുള്ള ഇതിൽ നമുക്ക് ചാനൽ മാനേജേഴ്സ് എന്നോ ആഡ് ഓർ റിമൂവ് എന്ന ഓപ്ഷനോ ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതേപോലെ ഇവിടെ ഇടത് സൈഡിലുള്ള എൻ്റെ ഈ വെബ് പേജിൽ ബ്രാൻഡ് അക്കൗണ്ടാണ്. അതിൽ നിങ്ങൾക്ക് ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്നും ചാനൽ മാനേജേഴ്സ് എന്നും എന്ന ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ പേഴ്സണൽ അക്കൗണ്ടാണോ ബ്രാൻഡ് ചാനലാണോ അക്കൗണ്ടാണോ എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് സെറ്റിങ്സ് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എപ്പോൾ വേണമെങ്കിലും യൂട്യൂബ് അവരുടെ ചാനൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു സെക്കൻഡ് മെത്തേഡ് എന്ന രീതിയിൽ നമ്മളൊരു മെത്തേഡ് കൂടി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും.
ഇത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ചാനൽ മെയിൽ ഐ ഡി ഏതാണോ അത് ഉപയോഗിച്ച് നിങ്ങൾ ജിമെയിൽ സൈൻ ഇൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ മൈ അക്കൗണ്ട് google.com/brand അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന ഗൂഗിൾ ബ്രാൻഡ് അക്കൗണ്ട്സ് എന്ന് കൊടുത്തിരിക്കുന്ന അതാണ് വെബ് പേജ്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ മെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ ചെയ്തതിനാൽ ഇവിടെ ഡയറക്റ്റായിട്ട് എൻ്റെ ഈ ബ്രാൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന വെബ് പേജിലേക്ക് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതായിട്ടുള്ള ഈ വെബ് പേജിൽ എനിക്ക് വേറെ ബ്രാൻഡ് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വേറെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന വെബ് പേജിൽ എൻ്റെ ബ്രാൻഡ് അക്കൗണ്ടായിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയിലുള്ള അക്കൗണ്ട്സ് ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊക്കെ ചാനലുകളുണ്ടോ അതെല്ലാം നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഈ വെബ് പേജിൽ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫയാസ് ടെക്കി എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനൽ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ടുള്ള ഒരു ചാനലാണത്. ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ പേഴ്സണൽ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിൽ നിന്നും കൺവെർട്ട് ചെയ്ത് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ഓർമ്മിച്ച് വയ്ക്കുക. അതിൻ്റെ പാസ്വേഡ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിപ്പോൾ രണ്ട് ഡിവൈസ് ഉണ്ടെങ്കിൽ 3 ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആ ഡിവൈസിൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്ത് അത് സൈൻ ഇൻ ആണ് എന്നും അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലാണ് വെരിഫിക്കേഷൻ കോഡും കാര്യങ്ങൾ ജിമെയിലിൻ്റെ കാര്യങ്ങൾ വരുന്നതെങ്കിൽ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ എൻ്റെ ജിമെയിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറുള്ള ആ ഒരു മൊബൈൽ ഫോൺ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിലും ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇൻ കേസ് ചിലപ്പോൾ ഏതിലാണ് വെരിഫിക്കേഷൻ കോഡ് കറക്റ്റായിട്ട് വരുന്നതെന്ന് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. ചെയ്ത് നോക്കുമ്പോഴേ അറിയാവും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ ചാനലിൽ പോയിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ചാനൽ നെയിം അത് കോപ്പി ചെയ്ത് വയ്ക്കുക. അതുപോലെ ചാനലിൻ്റെ ഹാൻഡിൽ ഐ ഡി അതും കോപ്പി ചെയ്ത് വയ്ക്കുക. ഇനി നാലാമതായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ചാനലിലെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ആ ടാബിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബേസിക് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ചാനൽ URL എന്ന് പറയുന്ന ഇത് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഏതെങ്കിലും ഒരു നോട്ട് പാഡോ വേഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളത് യൂട്യൂബുമായിട്ട് അല്ലെങ്കിൽ ഗൂഗിളുമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരെന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസും ചാനൽ ഐ ഡിയൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസസിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഞാനൊരു ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആ ഒരു വീഡിയോ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാനത് സേവ് ചെയ്ത് ബാക്കപ്പ് ആക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനൽ അക്കൗണ്ട് ഞാൻ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് കൺവെർട്ട് ചെയ്തത് മൊബൈലിൽ നിന്നാണ്. പക്ഷേ നിങ്ങൾ മൊബൈലിൽ നിന്ന് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. റീസൺ, മൊബൈലിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമ്പ്യൂട്ടറിൽ തന്നെ ഈ പ്രോസസ്സ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾ യൂട്യൂബ് സൈൻ ഇൻ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ഇതെല്ലാം കറക്റ്റായിട്ട് കൺഫേം ചെയ്യുക. അതിനുശേഷം ഈ സെറ്റിംഗ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ് പേജ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അക്കൗണ്ട് എന്ന ഈ ഭാഗത്താണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പഴയ ചാനലിൻ്റെ നെയിം തന്നെ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ പഴയ ചാനലിൻ്റെ നെയിം തന്നെ ഇവിടെ കൊടുക്കുകയാണ്, ഫയാസ് എൻ എന്നുള്ളത്. അതിനുശേഷം ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിസ് ചാനൽ ഡസിൻ എക്സിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വെബ് പേജ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് വരുന്നത്. ഇത് കണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ആകേണ്ട ആവശ്യമില്ല. അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വെബ് പേജിൽ റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ കാണാം എൻ്റെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ പഴയ ചാനലിൻ്റെ ഐക്കണിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ പ്രൊഫൈൽ ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സബ്സ്ക്രൈബർ ഉള്ള എൻ്റെ പഴയ ചാനലാണത്. എൻ്റെ ഐക്കണും എല്ലാം ഞാൻ അത് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പഴയ ചാനൽ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങളുടെ പഴയ ചാനൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ പഴയ ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ് പേജ് കിട്ടും. ഇതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ചാനൽ ടു ബ്രാൻഡ് അക്കൗണ്ട് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മാറ്റാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ ജിമെയിൽ ID, യൂസർ നെയിമും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ് പേജ് ലഭിക്കുന്നതാണ്. ഈ വെബ് പേജിൽ നിങ്ങൾക്ക് താഴെയായിട്ട് നോക്കിയാൽ കാണാം എൻ്റെ ഒരു പുതുതായിട്ട് തുടങ്ങിയായിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് ഒരുപാട് ചാനലുകൾ ബ്രാൻഡ് അക്കൗണ്ട് ആവട്ടെ പേഴ്സണൽ അക്കൗണ്ട് ആവട്ടെ അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇതുപോലെ താഴെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ IDയിൽ ഉള്ള ഒരുപാട് ചാനലുകളാവട്ടെ, അതായത് ബ്രാൻഡ് അക്കൗണ്ട് ആവട്ടെ, നിലവിലെ വീഡിയോസ് ഉള്ള ചാനലാവട്ടെ, ആ ചാനലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴയ ചാനൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളിപ്പം പുതുതായിട്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു പുതിയ ചാനൽ. അതുകൊണ്ട് ഞാൻ ആ ചാനലാണ് റീപ്ലേസ് കൊടുക്കുന്നത്. ഇവിടെ കാണുന്ന റീപ്ലേസ് ബട്ടണിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ അവർ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തായിട്ടുള്ള ആ ചാനൽ, പുതിയ ചാനൽ ഡിലീറ്റ് ആവുമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ അവർ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. കാരണം ഇത് പലപ്പോഴും പല രീതിയിലായിരിക്കും അവരുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നത്. അതിനുശേഷം വേണം നിങ്ങളത് സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ എനിക്കിപ്പം ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് എൻ്റെ ഈ ചാനലിൻ്റെ പ്രൊഫൈലിൻ്റെ നെയിമോ ഐക്കണോ ഒന്നും ചേഞ്ച് ആകത്തില്ല. നമ്മളിങ്ങനെ ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ പഴയ വീഡിയോസും സബ്സ്ക്രൈബർ കൗണ്ട്, വാച്ച് അവേഴ്സ് ഇതൊന്നും നമുക്ക് യാതൊരുവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല. ഞാനത് മനസ്സിലാക്കി എല്ലാം വായിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിവിടെ മൂവ് ചാനൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ വെബ് പേജിൽ താഴെയായിട്ട് നിങ്ങൾക്കൊരു ബ്ലാക്ക് കളറിലായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ മെസ്സേജിൽ അവർ കൊടുത്തിരിക്കുന്നത് യുവർ യൂട്യൂബ് ചാനൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി മൂവ്ഡ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് പ്രോസസ്സിങ് ടൈമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സക്സസ്ഫുള്ളായിട്ട് ബ്രാൻഡ് ചാനലിലേക്ക് കൺവെർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. കുറച്ച് ടൈം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഈ വെബ് പേജ് മുകളിൽ കാണുന്ന റീലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിലവിലെ ഈ വെബ് പേജ് വീണ്ടും റീലോഡായി ചേഞ്ച് ആവുന്നതാണ്. ഈ കാണുന്ന വെബ് പേജിൽ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു സബ്സ്ക്രൈബർ ഉള്ള എൻ്റെ പഴയ ചാനൽ ഇവിടെ എനിക്ക് കാണാവുന്നതാണ്. മുകളിൽ കാണുന്നത് നോ ചാനൽ. ഞാനിവിടെ എൻ്റെ പഴയ ചാനൽ ഐക്കണിൽ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വെബ് പേജ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ചാനൽ മാനേജേഴ്സ്, ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനർത്ഥം എൻ്റെ ചാനൽ ഇപ്പോൾ ബ്രാൻഡ് അക്കൗണ്ടായി കൺഫേം ആയിട്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ബ്രാൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫയാസ് ഏൻ എന്ന് പറയുന്ന ചാനൽ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിനർത്ഥം എൻ്റെ ചാനൽ ബ്രാൻഡ് അക്കൗണ്ടായി ഇവിടെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്സ്. ഇനി വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നോ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു
ഇതും കാണിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ ഇപ്പം നമ്മൾ ചാനൽ ചേഞ്ച് ചെയ്തതായിട്ടുള്ള ബ്രാൻഡ് അക്കൗണ്ടും കാണിക്കും. നിങ്ങൾ ആ നോ ചാനലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ മുകളിൽ കാണുന്ന ആ നോ ചാനലിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യരുത്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ചാനൽ തന്നെ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പോയി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. മറ്റ് ജിമെയിൽ ഐ ഡികൾ കൊടുത്തുകൊണ്ട് നമുക്കെങ്ങനെ ബ്രാൻഡ് അക്കൗണ്ട് നമുക്ക് മാനേജ് ചെയ്യാം, അതുപോലെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ ഈ ചാനലിൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ചാനൽ ബാനറിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ബൈ.